This man right here is Cristiano Ronaldo. ലോകത്തിലെ one of the fastest explosive attacker football has ever seen. ഞാൻ ഇന്ന് റൊണാൾഡോ ഒരു വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്, which is known to be one of the toughest out there. ബട്ട് എല്ലാവരും പറയുന്ന അത്ര ടഫാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും റൊണാൾഡോ ദിവസം ഇത് ഫോളോ ചെയ്യുന്നല്ലേ, ഹൗ ഹാർഡ് ക്യാൻ ഇറ്റ് ബി? ഇവർക്കെല്ലാം കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാ ഇത്ര പുലർച്ചയ്ക്ക് എണീക്കുന്നത്? ഇത്ര നേരത്തെ എണീറ്റിട്ട് റൊണാൾഡോ ആദ്യം എന്താ ചെയ്യാന്നറിയാം? ഹി ഡ്രിങ്ക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതൊരു ചായയായിട്ടാണെങ്കിൽ നല്ലതിനും രാവിലെ തന്നെ വെള്ളം കുടിക്കാൻ എൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ വി ഡോണ്ട് ഹാവ് എ ചോയ്സ് ഗൈസ്. റൊണാൾഡോ ചായ കുടിക്കില്ല. തൽക്കാലം നമുക്കിത് ചായ എന്ന് വെച്ചിട്ട് എൻ്റെ ശിവനെ. റൊണാൾഡോ ഡയറ്റിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഹി കംപ്ലീറ്റ്ലി അവോയ്ഡ്സ് ഷുഗർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ലിറ്ററലി ചങ്ങാൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് വാട്ടർ ആണ് ഗൈസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊക്കക്കോളനോട് ചോദിച്ചാൽ മതി. ചായ നേട്ട ബെസ്റ്റ്, രാവിലെ വെള്ളം ഈസ് നോട്ട് റെക്കമെൻഡബിൾ. പുലർച്ചയ്ക്ക് എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് റൊണാൾഡോ നേരെ വെച്ച് പിടിക്കും ജിമ്മിലോട്ട്. ജിമ്മ് എന്ന് പറയുന്നത് റൊണാൾഡോക്ക് മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് 40 വയസ്സായിട്ടും ഇപ്പോഴും 20കളിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി റൊണാൾഡോക്ക് ഉള്ളത്. ഇത് ഞാൻ വെറുതെ തള്ളിവിടുന്നതല്ല ഗൈസ്, ഇറ്റ്സ് സയന്റിഫിക്കലി പ്രൂവൺ. റൊണാൾഡോക്ക് സ്പെഷ്യലായിട്ട് ട്രെയിനേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ വർക്കൗട്ടെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് റൊണാൾഡോ ചെയ്ത് കണ്ടിട്ടുള്ള കുറച്ച് വർക്കൗട്ട്സ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു ജിമ്മനായതുകൊണ്ട് ഇതൊന്നും വലിയ ടഫൊന്നും ഇല്ല. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് റൊണാൾഡോനെ പോലത്തെ ഒരു ബോഡി വേണമെന്നുള്ളത്. അതിന്ന് സെറ്റാവുന്നതാണ് തോന്നുന്നത്. റൊണാൾഡോ 1.5 മണിക്കൂറിന്റെ ഹാർഡ് വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് റൊണാൾഡോ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഫുഡെല്ലാം കഴിക്കുന്നതിന് മുമ്പേ റൊണാൾഡോ 90 മിനിറ്റ്സ് ഉറങ്ങും പോലും. എന്നാൽ പിന്നെ ചങ്ങായിക്ക് 5:30 എണീക്കാണ്ട് ഒരു 6:30 7 മണിക്കാറ്റ് എണീറ്റാൽ പോരേനാ. യാ ഗൈസ്, ഇമാതിരി ചിന്തയാണ് നമ്മളും റൊണാൾഡോവും തമ്മിലുള്ള വ്യത്യാസം. ലെറ്റ്സ് ടേക്ക് എ 90 മിനിറ്റ് നാപ്പ്. എനിക്കറിയാം നിങ്ങളിന്ന് മൊത്തം ഫോണിൽ തന്നെയേനു. നിങ്ങൾ തോണ്ടി തോണ്ടി എവിടെയോ എത്തി. ഫണ്ണിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി ഫോൺ എടുത്ത നിങ്ങൾ അവസാനം ആരുടെയൊക്കെയോ കുടുംബ പ്രശ്നം വരെ കണ്ടുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ലെറ്റ്സ് ബി ഓണസ്റ്റ്, നിങ്ങളും ഒരു കുടുംബശ്രീ വൈബായിരിക്കുന്നു ഗൈസ്. സോ ഈ ഒരു ടൈം നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രെത്ത്. വെയിറ്റ്, ചക്കണീച്ച്. എൻ്റെ അമ്മോ, റൊണാൾഡോ എന്തിനായി ഈ ഒരു 90 മിനിറ്റ് കിടന്ന് ഉറങ്ങുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി ഗൈസ്. എന്താ സുഖം എന്നറിയാം. ദാറ്റ് വാസ് ദ ബെസ്റ്റ് നാപ്പ് ഐ എവർ ഹാഡ്. ലേശം നേരം കൂടി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയെന്നല്ലേനു. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഞാൻ ഇന്നേ വരെ കഴിക്കാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. റൊണാൾഡോ തിന്നുന്ന അതേ സംഭവം അല്ലെങ്കിലും പ്രോട്ടീനും ഫൈബറെല്ലാം അടങ്ങുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പഴമുണ്ട്, മുട്ടയുണ്ട്, നോക്ക് ഗൈസ്, നമുക്ക് ആപ്പിളെല്ലാം ഉണ്ട്. ഇതെന്ത് ഇത്? ഇതിന് പകരം വല്ല പുട്ടോ അപ്പമായിട്ടാണെങ്കിൽ നല്ലതായിരുന്നു ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഗൈസ്, റൊണാൾഡോ രാവിലെ എണീച്ചിട്ട് പുട്ടും കടലക്കറിയെല്ലാം തിന്നുന്നതാണ്. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇത്രയായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്ത്, പക്ഷെ സമയം ഇപ്പം ആകെ 10 മണി ആയിട്ടുള്ളൂ ഗൈസ്. ഇനിയും കിടക്കാണ് കുറേ മണിക്കൂർ. എനിക്ക് ഇപ്പം തന്നെ മതിയായിട്ടൊന്ന് തീർന്നാൽ കൊള്ളാതുണ്ട്. ഇനിയും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. റൊണാൾഡോ വർക്ക്സ് ഔട്ട് 5 hours a day. എടാ, ഇത്രയും വർക്കൗട്ട് ചെയ്യാൻ ഒരു ദിവസം ഇത്ര മണിക്കൂറെല്ലാം ഉണ്ടാ? എനിക്കൊന്നും കിട്ടുന്നില്ല ഇത്ര മണിക്കൂർ ഫ്രീ. ഉച്ചയായിട്ട് പോലും ഇല്ല. അപ്പോഴത്തേക്കും രണ്ടാമത്തെ വർക്കൗട്ട്. I'm gonna die. രണ്ടാമത്തെ വർക്കൗട്ടിൽ റൊണാൾഡോ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്ലയോമെട്രിക്സ്, അതേപോലെ തന്നെ കാർഡിയോ ആണ്. എന്ത് സംഭവം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇതെല്ലാം കേൾക്കുന്നത് യൂട്യൂബിൽ അടിച്ചപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നത്. എനിക്ക് മനസ്സിലാത്ത വേറെ കാര്യം എന്താ അറിയാം, ഒരു ദിവസം ഇത്ര കാര്യം വർക്കൗട്ട് ചെയ്തിട്ട് ചങ്ങയ്ക്ക് പരിക്കൊന്നും പറ്റുന്നില്ല അല്ലേ? എന്ത് മനുഷ്യത്? ദാറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ഗൈസ്. 1.5 മണിക്കൂർ പ്ലയോമെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് തുള്ളി. ഇത് പ്ലയോമെട്രിക്സ് ആണോ കളരിപ്പയറ്റാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. യൂട്യൂബിൽ കണ്ടത് ഞാൻ ചെയ്തു. എൻ്റെ അമ്മ, 1.5 മണിക്കൂറത്തെ പ്ലയോമെട്രിക്സിന് ശേഷമില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. സാധാരണ ഞാൻ ഇങ്ങനെ വേർക്കാത്തൊരു മനുഷ്യനാണ് ഗൈസ്. എൻ്റെ അമ്മ കണ്ണുന്നില്ല വേർഫേ. അവിടെ ജിമ്മിൽ രാവിലെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചങ്ങ ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരു ദിവസം ചെയ്യുന്നത്? ഭയങ്കര ടയറിങ് ആയിട്ട്. ഇനിയാണെങ്കിൽ കാർഡിയോ ഉണ്ട്. ആൻഡ് കാർഡിയോ ഒക്കെ വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യുന്നത് എന്താ പറയുക നിങ്ങൾക്ക്? ഹി ഗോസ് ഫോർ സ്വിമ്മിങ് ഗൈസ്. പക്ഷേ എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് കാർഡിയോക്ക് വേണ്ടി വേറെ സംഭവം പിടിക്കാം. സോ ഗൈസ്, കാർഡിയോക്ക് വേണ്ടി നമ്മൾ സ്കിപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇതിനെ കൊണ്ട് ഒരു ഐഡിയ ഇല്ല, ഈ സാധനം ചെയ്യാൻ അറിയില്ല. പക്ഷേ
ഇത് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതേ ചെയ്യാം. 1 മിനിറ്റിൻ്റെ 10 സെറ്റ് സാധനം. അമ്മേ നമുക്ക് മെല്ലെ പോയാൽ മതി ഗൈസ്. യെസ് ഇറ്റ്സ് വർക്കിംഗ്. യെസ് കം ഓൺ. 1 മിനിറ്റിൻ്റെ എത്ര എണ്ണം? 10 സെറ്റാ ഉണ്ടാ. 1 മിനിറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്കും എന്നെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടപ്പോണ്ടിരുന്നു. അമ്മേ എനിക്ക് തോന്നുന്നത് സ്കിപ്പ് ചെയ്യുന്നതിനെക്കാട്ടി ഈസി നീന്തലാണ്. നീന്തിയാൽ മതി ഇതിനും പോയിച്ച്. ഒന്നാമത്തെ കാര്യം ഈ കുന്ത ചെയ്യാൻ എനിക്കറിയില്ല, അതാണ് പ്രശ്നം. ഞാൻ ഭയങ്കര ഹൈറ്റ് തുള്ളുന്നത്, അതുകൊണ്ട് തന്നെ എനർജിയും പോകുന്നത്. തളർന്നു എന്ന് വെച്ചിട്ട് കാർഡിയോ ചെയ്യാണ്ടിരിക്കാനൊന്നും പറ്റൂലോ. വിൽ റൊണാൾഡോ ഗിവ് അപ്പ്? നെവർ. സോ വിൽ ഫൈൻഡ് എ വേ. തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഗൈസ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ വർക്കൗട്ട് റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ചങ്ങായിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. ചങ്ങാൻ്റെ നെയിം തന്നെ മതി ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. We will go further. Come on, extra power. വീട്ടിലൊറ്റ മഞ്ചയില്ല ഗൈസ്. ഞാൻ താഴത്തെ നിലയിൽ തന്നെ സ്റ്റക്കാവും തോന്നുന്നു. ഇത് ഓടി വിട്ടുകൊടുക്കില്ല. അത് പറഞ്ഞതിന് ഉടനെ തന്നെ ഞാൻ വിട്ടുകൊടുത്ത് ഗൈസ്. എനിക്ക് കഴിയില്ല, ഞാൻ ചാവാനായി. ഇത്രയ്ക്ക് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷന് ശേഷം ലോകത്തിലെ തന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഹയസ്റ്റ് പെയ്ഡ് അത്ലീറ്റ് ആയ ക്രിസ്ത്യാനോ റൊണാൾഡോ ചങ്ങായി എന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? ഹീ സ്ലീപ്സ് ഫോർ another 90 minutes. സോ ഗുഡ് നൈറ്റ്. റൊണാൾഡോൻ്റെ റൊട്ടീനിൽ ഈ ഒരു ഇടക്കിടക്കുള്ള ഉറക്ക് മാത്രമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. സത്യമായിട്ട് ചങ്ങ ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം ഉറങ്ങിയാലും ഞാൻ കുറ്റം പറയില്ല. അമ്മാരി പണിയല്ലേ എടുക്കുന്നേ. 90 മിനിറ്റിന് അലാറം വെച്ചിട്ട് കിടന്ന ഞാനാണ്. ഒരു 2-2.5 മണിക്കൂർ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. ഗുഡ് മോർണിംഗ് അഗൈൻ ഗൈസ്. എൻ്റെ അമ്മ എന്തുറക്കാന്നറിയാ. മോനെ 90 മിനിറ്റ്സിൻ്റെ സ്ലീപ്പാണ് റൊണാൾഡോ. ആ ലേശം കൂടുതലെടുത്തില്ല കേട്ടാ. ഞാൻ അലാറം അടിച്ചിട്ടൊന്നും എണീച്ചില്ല, നെട്ടി എണീച്ചാണ്. കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റണേനു. ബട്ട് ഇറ്റ്സ് ടൈം ഫോർ റൊണാൾഡോ ടു ഈറ്റ് ഹിസ് ലഞ്ച്. സോ ഫോർ ലഞ്ച് ഗൈസ് നമ്മുടെ അടുത്ത് ക്യാരറ്റ് ഉണ്ട്, കക്കിയുണ്ട്, പിന്നെ ലേശം മുട്ടയുണ്ട്. റൊണാൾഡോ ചിക്കനും സാലഡും ഒക്കെയാണ് കഴിക്കല്. ഞാൻ ചിക്കൻ തിന്നില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ മുട്ട യൂസ് ചെയ്യുന്നത്. മുട്ടയെന്നാണല്ലോ ചിക്കൻ ഉണ്ടാകുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് ദ സെയിം തിങ് ഗൈസ്. ലേശം ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് അങ്ങ് കഴിക്കാം. ഈ സാധനമൊന്നും ഞാൻ എൻ്റെ ജന്മത്തിൽ യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, മാഗി തിന്നുമ്പോൾ അല്ലാണ്ട്. ഈ ലഞ്ച് ഹെൽത്തി ഒക്കെ ആയിരിക്കും, പക്ഷെ നമ്മളെ ചോറിൻ്റെയും മീൻകറിൻ്റെയും ഒന്നും ടേസ്റ്റ് ഈസാകുന്നില്ല ഗൈസ്. ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം ഒരു വാല്യൂ മനസ്സിലാകുന്നത്. തൊണ്ട കുളിഞ്ഞ് ചാവും തോന്നിയാണ്. സത്യമില്ല ഗൈസ്, ചാവാണ്ട് ഞാൻ ആ ലഞ്ച് കംപ്ലീറ്റ് ആക്കി. ലഞ്ച് കഴിച്ചതിന് ശേഷം റൊണാൾഡോ എന്താ ചെയ്യാന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചിലപ്പം ഭാര്യനെയും മക്കളെ കൂടെ ഗേൾ ഫ്രണ്ടിനെയും മക്കളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യായിരിക്കും. ഈ മേലെ പറഞ്ഞ 2 സാധനം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. പോയി കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഒരു 90 മിനിറ്റിൻ്റെ സ്ലീപ്പും കൂടി ആണെങ്കിൽ പെരുത്ത സന്തോഷം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് വിട്ട് നമ്മളങ്ങനെ ഫൈനലി ടർഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ടു പ്ലേ സം ബോൾ. റൊണാൾഡോൻ്റെ ഫുട്ബോളിങ് എബിലിറ്റീസിൻ്റെ പകുതി പോലും എനിക്കില്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. റൊണാൾഡോൻ്റെ അത്രയൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് എന്നെ നിങ്ങളങ്ങനെ കുറച്ചാണെന്നും വേണ്ട. നോക്കിക്കോ. റെഡി അല്ലേ? എല്ലാവരും പിടിച്ചിരുന്നു. ടൗസർ ഇട്ടാൽ മതി. എൻ്റെ തൈസൊന്നും കാണുന്നില്ല, പക്ഷേ എൻ്റെ നക്കൽ ബോൾ ഉണ്ട്. പോസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഗോളാവുന്നു. Saha waits inside the area. Ronaldo goes alone and Ronaldo wins the match for Manchester United. ഗോൾ അടിക്കാനെല്ലാം ഭയങ്കര എളുപ്പമാണ്, പക്ഷെ തിരിച്ചു പോയിട്ട് ഞാൻ തന്നെ എടുക്കണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോ എടുക്കാൻ. പക്ഷെ അതൊന്നും എൻ്റെ സ്കിൽ മൂവ്സിനൊരു തടസ്സമല്ല കേട്ടാ. Cristiano Ronaldo, great feed. Cristiano Ronaldo, that is stunning. Absolutely stunning. He is still the man, Cristiano Ronaldo for Real Madrid. സ്കിൽ മൂവ്സ് എല്ലാം കുറച്ച് ഡേഞ്ചർ ആണ് ഗൈസ്. വെറുതെ പരിക്ക് പറ്റിയ റൊണാൾഡോനെ നോക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റക്ക് വീട്ടിൽ പോകേണ്ടി വരും. സോ നമുക്ക് പെനാൽറ്റി അടിക്കാം, അതും ഗോളില്ലാത്ത പോസ്റ്റിൽ. നമ്മുടെ ഫുട്ബോൾ പ്രാക്ടീസ് നിർത്തി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാൻ റൊണാൾഡോൻ്റെ ഒരു ഗോൾ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാണ്. രാത്രി 1:30 ഉറക്കൊഴിച്ച് കളിയാണ് എന്നിട്ട് ഈ ഒരു ഗോൾ കണ്ടിട്ട് ഞാൻ എണീച്ച് തുള്ളി ഒരു റൗണ്ട് ഓടി. അമ്മാരി ഗോളേനു. ഇവിടെ ഇപ്പോൾ പാസ് ഇട്ടാൽ എനിക്ക് കർവാഹാളില്ല. ബട്ട് ഐ ഗെസ് നമുക്ക് ഡബിൾ റോൾ എടുക്കാം. I'm literally Ronaldo guys.
വിതൗട്ട് ദാറ്റ് $1 billion. ഒരു ദിവസം ഇത്രയും ഇന്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന റൊണാൾഡോക്ക് ഇഞ്ചുറി ആവാണ്ട് നിൽക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിക്കവറി. അതിനുവേണ്ടി റൊണാൾഡോ പ്രിഫർ ചെയ്യുന്നത് സ്റ്റീം ബാത്താണ്. നമ്മുടെ അടുത്ത് സ്റ്റീം ബാത്ത് ഒന്നുമില്ല. റൊണാൾഡോ ലോകത്തിലെ ഹയസ്റ്റ് പെയ്ഡ് അത്ലീറ്റ് എല്ലാം ആയിരിക്കും. ഞാനൊരു പെയ്ഡ് യൂട്യൂബർ പോലും അല്ല. പക്ഷെ എന്നാലും റിക്കവറി ഈസ് മസ്റ്റ്. അതുകൊണ്ട് റൊണാൾഡോയും ബാക്കിയുള്ള അത്ലീറ്റ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന വേറൊരു റിക്കവറി മെത്തേഡാണ് ഐസ് ബാത്ത്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐസും കിട്ടാം. ഒരു പാക്കറ്റ് കംപ്ലീറ്റ്ലി പോയി. ഒരു പാക്കറ്റേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചത് തെറ്റ് ഗൈസ്. വി ഹാവ് 2 packets. എൻ്റെ മോനെ ജ്യൂസ് കലക്കി വെച്ച പോലെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതിലിറങ്ങി അങ്ങ് ഇരിക്കുക. ഗൈസ് നമ്മൾ 12 hours ഐസ് ചെയ്യാനെടുത്ത സമയത്ത് ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തണുപ്പറിഞ്ഞിട്ടില്ല. ബട്ട് നൗ മാൻ, 1 December ആണ്, അതിൻ്റെ തണുപ്പ്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റൊണാൾഡോ കിടന്ന കാര്യം ഇല്ല. ചങ്ങായി ഫുള്ളായിട്ട് മുങ്ങും. ഞാൻ റൊണാൾഡോ അല്ലല്ലോ. പക്ഷേ എനിക്കില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നോളൂ. ഇല്ല, 3, 2, 1. ഇതൊക്കെ എന്ത്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു ഐസ് ബാത്തും കൂടെ കഴിഞ്ഞാൽ റൊണാൾഡോ കിടന്നുറങ്ങുന്നതായിരിക്കും, ഞാനും കിടന്നുറങ്ങുന്നതായിരിക്കും. ഇനി റൊണാൾഡോൻ്റെ റൊട്ടീൻ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി നോ ചാൻസ്. ചങ്ങ എങ്ങനെയുള്ള ഇത് ദിവസവും ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ആ ഒരു റൊട്ടീൻ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം ഉറങ്ങുന്ന സംഭവം ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും വെറുതെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സോ ദാ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. ഐ ആം ഗോണ ഗോ ഗൈസ്. ബിഫോർ ദാറ്റ് സബ്സ്ക്രൈബ്.